നമസ്കാരം. മറ്റൊരു തൊടുകുറി അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ തൊടുകുറി അധ്യായത്തിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഭാഗ്യസമയം ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നതായ കാര്യങ്ങളെക്കുറിച്ചും ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. മാസങ്ങളായോ അല്ലെങ്കിൽ ദിവസങ്ങളായോ മനസ്സിൽ കൊണ്ടുവന്നിരിക്കുന്നതായ ആ ആഗ്രഹങ്ങൾ പൂവണിയുവാൻ നിങ്ങൾക്ക് സമയമായിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്ന തൊടുകുറി അധ്യായം തന്നെയാണ് ഇത്. ഇവിടെ തന്നിരിക്കുന്നത് 2 കാശ് കുടുക്കകളാണ്. ഏവർക്കും സുപരിചിതമായ ഒരു വസ്തു തന്നെയാണ് ഇത്. ഈ വസ്തു നിങ്ങൾ ഉടയ്ക്കുന്നതിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വിശദമായി അറിയാം. അതിനു മുന്നോടിയായി ഏവരും ഒരു നിമിഷം നിങ്ങൾ ഇഷ്ടശക്തിയോട്, ദേവതയോട് ഒരു നിമിഷം പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മനസ്സിൽ ലഭിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന ആ ആഗ്രഹം നടന്നു കിട്ടണം എന്നും ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ കൊണ്ടുവരേണ്ടതാണ്, ഈ പ്രാർത്ഥനയിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. അപ്പോൾ ഏവരും ഒരു നിമിഷം കണ്ണുകൾ അടച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ ഏവരും പ്രാർത്ഥിച്ചു എന്ന് കരുതുന്നു. ഇനി പതുക്കെ കണ്ണുകൾ തുറന്ന് ഈ 2 കുടുക്കുകളിൽ ഏത് കുടുക്കിയാണോ അഥവാ ഏത് നിറത്തിലുള്ള കുടുക്കിയാണോ നിങ്ങൾ മനസ്സിൽ കണ്ടത്, അല്ലെങ്കിൽ കണ്ണു തുറന്നപ്പോൾ കണ്ടത്, ആ കുടുക്ക നിങ്ങൾ തിരഞ്ഞെടുക്കുക. പിന്നീട് മാറ്റാൻ പാടുള്ളതല്ല. ഏവരും ഒരു കുടുക്ക തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. അപ്പോൾ ഏവരും ഒരു കുടുക്ക തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു. ഇതിൽ ആദ്യത്തെ കുടുക്ക തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത്. നിങ്ങൾ ഈ നിമിഷം ഏത് ദേവതയെയാണോ മനസ്സിൽ കണ്ടത്, ആ ദേവതയുടെ നാമം കമന്റായി രേഖപ്പെടുത്തൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നു കിട്ടേണ്ട, ഉടനെ നടന്നു കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അത് നടക്കണം എന്ന പ്രാർത്ഥനയോടെ ആ ദേവതയുടെ നാമമോ ആഗ്രഹമോ കമന്റായി രേഖപ്പെടുത്തി വധിക്കൂ. അപ്പോൾ ആദ്യത്തെ കുടുക്ക തിരഞ്ഞെടുത്തവരുടെ ഫലങ്ങൾ ഇപ്രകാരമാണ്. അപ്പോൾ ആദ്യത്തെ കുടുക്ക തിരഞ്ഞെടുക്കുകയും ആ കുടുക്ക പൊട്ടിച്ചത് പ്രകാരം കാണുവാനായി സാധിക്കുന്നത് ഈ കാര്യങ്ങളാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില കാര്യങ്ങൾ, അത് സ്വർണ്ണാഭരണം അല്ലെങ്കിൽ താക്കോൽ, നിങ്ങൾ ആഗ്രഹിക്കുന്നതായ ചില ഉപകരണങ്ങൾ, അത് ഗൃഹോപകരണങ്ങൾ കൂടിയാകാം. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഈ കുടുക്കയിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ വിശദമാക്കുമ്പോൾ നിങ്ങൾ വളരെയധികം ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തികളാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ മൊത്തം ഒന്ന് എടുത്തു നോക്കുകയാണ് എങ്കിൽ, കഴിഞ്ഞ കാലം എടുത്തു നോക്കുകയാണ് എങ്കിൽ, നിങ്ങൾക്ക് അത്ര വലിയ ഭാഗ്യമൊന്നും സിദ്ധിച്ചിട്ടില്ല എന്ന് കാണുന്നു. നിങ്ങൾക്ക് അർഹതയ്ക്കനുസരിച്ചുള്ള കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും. അത്തരം കാര്യങ്ങൾ കടന്നു വന്നിട്ടില്ല എന്നത് വിഷമകരമായ കാര്യം തന്നെയാണ്. പല കാര്യങ്ങളും നിങ്ങൾക്ക് മറ്റുള്ളവരുടെ നിർബന്ധപ്രകാരം ചെയ്യേണ്ടതായ സാഹചര്യം പോലും ഉണ്ടായിട്ടുണ്ട് എന്ന് കാണുന്നു. എന്നാൽ നിങ്ങളിലേക്ക് ഭാഗ്യം കടന്നു വരാനുള്ള സാധ്യതകൾ തുലോം കൂടുതലാണ് എന്ന് കാണുന്നു. ഭാഗ്യാനുഭവങ്ങൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് നിസ്സംശയം പറയാം. അത് നിങ്ങൾക്ക് തടസ്സപ്പെട്ട് നിൽക്കുകയാണ് എന്നും അതുമായി ബന്ധപ്പെട്ട ഒരു താക്കോൽ തന്നെയാണ് ഇവിടെ കാണുവാനായി സാധിക്കുന്നത്. അത് ഒരു വീടിന്റെ താക്കോലാകാം, അല്ലെങ്കിൽ ഒരു ഭാഗ്യം തുറക്കുവാനുള്ള താക്കോലുമാകാം,
അതിനാൽ പല കാര്യങ്ങളും താക്കോലുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. ഒരു വീട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യം, പണം എന്നിവ തുറക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾ നിയന്ത്രിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് നിങ്ങൾ. പല കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ യോഗമുണ്ടായിട്ട് പോലും അത് സാധിക്കാത്ത വ്യക്തികളാണ് എങ്കിൽ അത്തരമൊരു യോഗം നിങ്ങളിലേക്ക് വന്നു ചേരും, അല്ലെങ്കിൽ ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരും എന്നൊരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അപ്പോൾ തീർച്ചയായും ഒരു വീട്, അല്ലെങ്കിൽ പണം, ഭാഗ്യാനുഭവങ്ങൾ, ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം സ്വന്തമാക്കുവാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം എന്നുള്ളതാണ്. നിലവിലെ ഗൃഹം അല്ലെങ്കിൽ വീടുമായി ബന്ധപ്പെട്ട് അത് പുതുക്കി പണിയുക, മൂടി പിടിപ്പിക്കുക, അത്തരം ചില കാര്യങ്ങളുമാകാം. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് ഒരു വീട് വാങ്ങുവാനുള്ള അവസരങ്ങൾ കടന്ന് വരാവുന്നതുമാണ്. ഈ പറഞ്ഞിട്ടുള്ളതായ ചില കാര്യങ്ങൾ സംഭവിക്കാം. വളരെ കാലമായി ചില കാര്യങ്ങൾ വാങ്ങുവാൻ ആഗ്രഹിച്ചിട്ടും അത് സാധിക്കാത്തതായ അവസ്ഥയുണ്ട് എങ്കിൽ അതിലൊരു മാറ്റം സംഭവിക്കാവുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരാം. ഈ സമയം ചില കാര്യങ്ങളിൽ പാരിതോഷികങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള സാധ്യതകളുണ്ട്. സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ അത്തരം ചില ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാം. ഒരു തുണ്ട് സ്വർണമെങ്കിലും വാങ്ങുവാൻ സാധിക്കാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാവുന്നതാണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾക്ക് കൃത്യമായി പെരുമാറുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ഈ സമയം നിങ്ങൾ പ്രത്യേകമായ ഒരു കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ കൈവശമുള്ള സ്വർണമാണ് എങ്കിലും മാറ്റി വാങ്ങുന്ന ഒരു സാഹചര്യം ഇപ്പോൾ രൂപം കൊള്ളാവുന്നതാണ്. അത്തരം സാഹചര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരാം. അപ്പോൾ സംശയങ്ങൾ നിങ്ങൾക്ക് വേണ്ടതില്ല എന്ന് കാണുന്നു. ഈ കുടുക്കയുമായി ബന്ധപ്പെട്ട് തീർച്ചയായും നിങ്ങൾക്ക് ചില ഭാഗ്യാനുഭവങ്ങൾ കടന്നു വരും എന്ന സൂചന തന്നെ ഇവിടെ ലഭിക്കുന്നതാണ്. നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായ ധനയോഗത്തിനുള്ള സാധ്യതകൾ പോലും വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. വളരെ കാലമായി നിങ്ങൾ ശ്രമിച്ചിട്ടും ലഭിക്കാത്തതായ ധനം അത് കൈകളിലേക്ക് വന്ന് ചേരുവാനുള്ള ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാം. അതൊരു ചിട്ടി പോലുമാകാം, അല്ലെങ്കിൽ വായ്പയുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങളുമാകാം. അത്തരം ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് ലഭിക്കുന്നതാകാം. അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ നിന്നും അപ്രതീക്ഷിതമായ ഒരു സഹായം നിങ്ങളെ സാഹചര്യങ്ങൾ കണ്ട് അവർ സഹായിക്കുന്നതുമായി ബന്ധപ്പെട്ടുമാകാം. അത്തരം ചില വ്യക്തികൾ മുന്നോട്ട് വരുന്നതായ സാഹചര്യങ്ങളും ഈ സമയം കാണുവാനായി സാധിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ സാഹചര്യങ്ങൾ അതനുസരിച്ചാണ് സംഭവിക്കുക എങ്കിൽ പോലും ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാണ്. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചില അനുകൂല കാര്യങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്തതായ സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒരു വിവാഹ ബന്ധം ശരിയാകുന്നതോ കുടുംബ സൗഖ്യം കടന്നു വരുന്ന സാഹചര്യമോ അത്തരം കാര്യങ്ങളും ആകാവുന്നതാണ്. അത്തരത്തിൽ വളരെ ജീവിതത്തിൽ നാഴികക്കല്ലാകാവുന്ന, ജീവിതത്തിൽ മാറ്റങ്ങൾ, സന്തോഷം എന്നിവ പ്രകടമാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരുന്നതാകാം. ഈ സമയം പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കും. ഭക്ഷണം പോലുള്ള കാര്യങ്ങൾ ഈ സമയം നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. പല കാര്യങ്ങളും നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്യാം. തടസ്സപ്പെട്ടു നിന്നിരുന്ന പല കാര്യങ്ങളും പ്രവർത്തിക്കുകയും അത് ആഗ്രഹ സാഫല്യത്തിലേക്ക് പോലും കടക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. മനസ്സുകൊണ്ട് ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും ഈ സമയം നടന്നു കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്ന് കാണുന്നു. നിങ്ങൾ മനസ്സിൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ കാര്യങ്ങൾക്ക് ക്ഷമ അല്പം അനിവാര്യമാണ് എന്ന് കാണുന്നു. പാതി വഴിയിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതായ സാഹചര്യമില്ല. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തിരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാൽ തന്നെ നിങ്ങൾക്ക് വളരെ വിശ്വസിക്കാൻ സാധിക്കുന്ന വ്യക്തികളെ ഒപ്പം എപ്പോഴും കൂട്ടുക.
നിങ്ങൾ പലപ്പോഴും ചതിക്കപ്പെട്ടിട്ടുണ്ടാകാം. അത് എപ്പോഴും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങൾക്ക് അത്തരം അനുഭവങ്ങളുണ്ട് എങ്കിൽ, വേദനിപ്പിക്കുന്ന സാഹചര്യമുണ്ട് എങ്കിൽ, ഇതെല്ലാം നിങ്ങളെ കൂടുതൽ ശക്തനാക്കുന്ന ഒരു സാഹചര്യമായിരിക്കും രൂപപ്പെടുക. തീർച്ചയായും ഈ സമയം നിങ്ങൾ മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ പഠിച്ചിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. പലപ്പോഴും രാത്രികളിൽ ശരിയായ ഉറക്കം ലഭിക്കാത്തതായ സാഹചര്യം പോലുമുണ്ട്. മനസ്സിൽ അത്രമേൽ ചിന്തകൾ നിറഞ്ഞിരിക്കുന്നതായ സാഹചര്യമുണ്ട്. ആശങ്കകൾ, മക്കളുടെ കാര്യങ്ങൾ, ധനപരമായ പ്രയാസങ്ങൾ, ബന്ധങ്ങളിൽ ഉണ്ടായിരിക്കുന്നതായ വിള്ളൽ എല്ലാം മനസ്സിനെ വളരെയധികം അലട്ടുന്ന സാഹചര്യമുണ്ട്. വൈകാതെ നിങ്ങളുടെ ജീവിതത്തിൽ മനസമാധാനത്തിന്റെ ഒരു കാലഘട്ടം തുടങ്ങുന്ന, അല്ലെങ്കിൽ സമ്മർദ്ദം കുറച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതും മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതുമായ വാർത്തകൾ കേൾക്കുവാനുള്ള സാധ്യതകളാണ് ഉള്ളത്. വൈകിയാലും ഭാഗ്യം നിങ്ങളെ തേടിയെത്തും. ഈ സമയം തീർച്ചയായും നിങ്ങൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും വളരെ അനുകൂലമായ കാര്യങ്ങൾ, മൂല്യമുള്ള കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് നീങ്ങണം. രണ്ടാമത്തെ കുടുക്കയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ഫലങ്ങൾ ഇപ്രകാരമാണ്. മറ്റുള്ളവരുടെ വേദന മനസ്സിലാക്കുവാൻ കഴിവുള്ള നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹം വൈകിയെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേർന്നിരിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. അതിനാൽ ചിലർക്ക് അസൂയപ്പെടുന്നതായ ചില കാര്യങ്ങൾ പോലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മനസ്സിന്റെ നന്മ നിങ്ങളുടെ ജീവിതത്തിൽ അത് കൂടുതൽ ഗുണകരമായി തീരും. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പല കാര്യങ്ങളും വൈകി എന്നത് വാസ്തവം തന്നെയാണ്. അപ്പോൾ രണ്ടാമത്തെ കുടുക്ക പൊട്ടിച്ചത് പ്രകാരം കാണുവാൻ സാധിക്കുന്നത് പണം, വീട്, ആഭരണം, ഭക്ഷണം പോലുള്ള കാര്യങ്ങളാണ് ഈ രണ്ടാമത്തെ കുടുക്ക പൊട്ടിച്ചത് പ്രകാരം കടന്ന് വന്നിട്ടുള്ളത്. അതായത് ഒരു ശുഭാപ്തി വിശ്വാസം നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ആ വിശ്വാസം മുറുകെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ നിങ്ങളുടെ പല കാര്യങ്ങളും യാഥാർത്ഥ്യമാകുന്ന സാഹചര്യങ്ങളാണ് ഉള്ളത്. ഭാഗ്യാനുഭവങ്ങൾക്കുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു. ധനപരമായ കാര്യങ്ങൾ, പ്രത്യേകിച്ചും നിങ്ങൾക്ക് സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പം അനുകൂലമായി തീരാം. നിങ്ങളുടെ മനസ്സിലേക്ക് ചില അനുകൂലമായ കാര്യങ്ങൾ ഈ സമയം കടന്നു വരാം. പാരിതോഷികമായ ചില കാര്യങ്ങൾ ലഭിക്കാം. ഭാഗ്യമായി ചില കാര്യങ്ങൾ വന്നു ചേരാം. അത്തരത്തിൽ ചില കാര്യങ്ങളും ഈ സമയം നിങ്ങൾക്ക് സംഭവിക്കാം. ഒരു തുണ്ട് സ്വർണമാണ് എങ്കിലും നിങ്ങൾക്ക് സ്വന്തമാക്കുവാനുള്ള അവസരം, നിങ്ങളിലേക്ക് വന്ന് ചേരുവാനുള്ള അവസരം തന്നെയാണ് കാണുന്നത്. അപ്രതീക്ഷിതമായ ധനഭാഗ്യം നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്നതാണ്. അത് കടം അല്ലെങ്കിൽ കൈവായ്പ നൽകിയിരിക്കുന്ന പണം തിരികെ ലഭിക്കുക, സഹപ്രവർത്തകർ, വേണ്ടപ്പെട്ടവരിൽ നിന്നും നിങ്ങൾക്ക് സഹായമായ സംഖ്യ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുമാകാവുന്നതാണ്. അല്ലെങ്കിൽ വായ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകുന്നതുമാണ്. ഈ സമയം പല കാര്യങ്ങളും നിങ്ങൾക്ക് തടസ്സപ്പെട്ട് കിടന്നു എങ്കിൽ ഈ സമയം ചിലത് നിങ്ങൾക്ക് അനുവദിച്ച് കിട്ടുന്ന സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം ആഗ്രഹിക്കുന്ന ഭക്ഷണം, അവസരങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്ന് ചേരാവുന്ന ഒരു സാഹചര്യമുണ്ട്. ദുരിതങ്ങളും പ്രയാസങ്ങളും തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എന്നത് വാസ്തവമാണ്. പലപ്പോഴും ആഗ്രഹിച്ച പലതും വാങ്ങുവാൻ, അത് ഭക്ഷണമാണ് എങ്കിലും വാങ്ങുവാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. നിങ്ങളുടെ കാത്തിരിപ്പ് ഫലം കാണുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഇന്ന് പലപ്പോഴും പല കാര്യങ്ങളും ആലോചിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക്, വിഷമിക്കുന്ന നിങ്ങൾക്ക് നാളെ അതേക്കുറിച്ച് ആലോചിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അത് ഓർക്കുമ്പോൾ ചിരി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും.
നിങ്ങളിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതായ ആ ചിരി, സന്തോഷം എന്നിവ നിങ്ങളിലേക്ക് വന്നു ചേരും. സന്തോഷം നിങ്ങൾക്ക് കണ്ടെത്തുവാൻ സാധിക്കുകയും ആശങ്കപ്പെടുന്നതായ പല കാര്യങ്ങളും പല വാർത്തകളും നിങ്ങളിൽ നിന്നും അകന്നു പോവുകയും പല കാര്യങ്ങളിലും ഒരു പുരോഗതി ദൃശ്യമാകുന്ന ഒരു സാഹചര്യങ്ങളും വന്നു ചേരാം. ആരോഗ്യപരമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് അത് മറികടക്കുവാൻ സാധിക്കും. മനസ്സിലുണ്ടായിക്കൊണ്ടിരിക്കുന്നതായ ചിന്തകൾ, നെഗറ്റീവായ ചിന്തകൾ, അവർ അത് ഈ സമയം പൂർണ്ണമായും ഒഴിവാക്കേണ്ടത് അനിവാര്യമാണ്. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. പോസിറ്റീവായ ഊർജം ആഗ്രഹ സാഫല്യത്തിന് തടസ്സം സൃഷ്ടിച്ചു എന്ന് വരാം. പല കാര്യങ്ങളും നിങ്ങൾക്ക് നടക്കില്ല എന്നൊരു ചിന്ത മനസ്സിലേക്ക് കടന്നു വരുന്നു എങ്കിൽ അത് പൂർണ്ണമായും ഒഴിവാക്കപ്പെടേണ്ടത് അനിവാര്യമാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് അത് ദോഷകരമായി തീരും. ജീവിതത്തിൽ തീർച്ചയായും ഒരു ദൈവികമായ അനുഗ്രഹം, ആ ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങളുടെ മുൻപിൽ ചില വാതിലുകൾ തുറക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. നിങ്ങൾ കരഞ്ഞിട്ടുള്ളതായ സാഹചര്യങ്ങൾ, രാത്രികൾ അത് വെറുതെയാകില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ കണ്ണീരിന്റെ വില നിങ്ങൾക്ക് ലഭിക്കും. സമാധാനവും സന്തോഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും എന്ന് തന്നെ പരാമർശിക്കാം. പ്രതീക്ഷകൾ തീർച്ചയായും ഉണ്ടാവുകയും ചില മാറ്റങ്ങൾ കടന്നു വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായി എന്ന് വരാം. പല പ്രശ്നങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയാതെ സ്വയം സഹിച്ച് മടുത്തിരിക്കുന്ന ഒരു സാഹചര്യം പോലുമുണ്ട്. മറ്റുള്ളവരെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കരുത് എന്നൊരു ചിന്ത എപ്പോഴും കൊണ്ട് നടക്കുന്നവർ തന്നെയാണ് നിങ്ങൾ. അത് പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തെ ദോഷകരമായി ബാധിക്കുന്നു. പലപ്പോഴും കുടുംബ ജീവിതത്തിന് വേണ്ടി പല കാര്യങ്ങളിലും ത്യാഗം ചെയ്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. കുടുംബ സന്തോഷം ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന ബോധ്യമുള്ളവർ തന്നെയാണ് നിങ്ങൾ. അതിനാൽ തന്നെ അതിനുവേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാകുന്ന വ്യക്തിത്വങ്ങൾ തന്നെയാണ് നിങ്ങൾ. നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പലപ്പോഴും പല ആഗ്രഹങ്ങളുണ്ട് എങ്കിലും ആ ആഗ്രഹങ്ങൾ കുടുംബത്തിന് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ത്യാഗം ചെയ്തിട്ടുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. അത് മനസ്സിൽ നിന്നും ഒഴിവാക്കി നിങ്ങൾ തീർച്ചയായും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വില നൽകുന്നതായ സാഹചര്യം പോലുമുണ്ട്. വൈകിയാണ് എങ്കിലും ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് തിരികെ എത്തും എന്ന് കാണുവാനായി സാധിക്കുന്നു. പ്രയാസങ്ങൾ അത് സ്ഥിരമായ ഒന്നല്ല എന്ന് മനസ്സിലാക്കുക. ജീവിതത്തിൽ പല മാറ്റങ്ങളും അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തീർച്ചയായും പല സ്വപ്നങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. ആ സ്വപ്നങ്ങൾ വളരെ കാലമായി നിങ്ങൾക്കൊപ്പമുള്ള സ്വപ്നങ്ങളാകാം. പരിശ്രമത്തിലൂടെ വിജയത്തിലെത്തുവാൻ സാധിച്ചിട്ടില്ല. പലവിധ തടസ്സങ്ങൾ നിങ്ങളെ അലട്ടുന്ന കാര്യവുമാകാം. നിങ്ങളെ കുടുംബവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല പ്രശ്നങ്ങളും ഉണ്ട് എങ്കിൽ പോലും ആ കാര്യങ്ങൾ പോലും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുകയും ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കുവാനുള്ള അവസരങ്ങൾ കടന്നു വരാം. അത് ഭൂമി വാങ്ങുക, വീട് പണിയുക, അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാകാം. വളരെ കാലമായി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ സംഭവിക്കുക, സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അവരുടെ കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായി ചിന്തിച്ച് പ്രവർത്തിക്കാൻ സാധിക്കും. മാനസികപരമായി അവരുമായി ബന്ധപ്പെട്ട് നിങ്ങളെ മാനസികപരമായി ബാധിക്കുന്ന കാര്യങ്ങൾ അത് തരണം ചെയ്യുവാനും ഉത്തരവാദിത്തങ്ങൾ കൃത്യതയോടെ ഏറ്റെടുത്ത് ഈ സമയം നടത്തുവാൻ സാധിക്കും. മക്കൾ നല്ല നിലയിൽ എത്തുമോ എന്ന ആശങ്കയുണ്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമോ മറ്റു കാര്യങ്ങളോ ആലോചിച്ച് ഉറക്കം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ക്രമേണ ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് അനുകൂലമായി തീരും. കാരണം നിങ്ങളുടെ പ്രാർത്ഥനാ ഫലം കണ്ടിരിക്കുന്നതായ സാഹചര്യങ്ങളുണ്ട്. അതിനാൽ നിങ്ങളുടെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ പല കാര്യങ്ങളും സംഭവിക്കാം. പുരോഗതി അവർക്ക് ഉണ്ടാകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി എന്ന് വരാം. ഈ സമയം തീർച്ചയായും അവർ അന്വേഷിക്കുന്നതായ പല കാര്യങ്ങളും അവരുടെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. കുടുംബത്തിന് പോലും അഭിമാനിക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ അവരുമായി ബന്ധപ്പെട്ട് കടന്ന് വരാവുന്നതാണ്. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി നിങ്ങളെ കൈവിടില്ല എന്ന സന്ദേശം തന്നെയാണ് ലഭിച്ചിട്ടുള്ളത്. തീർച്ചയായും അതിനാൽ തന്നെയാണ് പല വിഷമതകളും പ്രതിസന്ധികളും
സങ്കടകരമായ കാര്യങ്ങളും നിങ്ങൾ തരണം ചെയ്തിട്ടുള്ളത്. ഈ സമയം നിങ്ങളെ മാനസികപരമായി വളരെയധികം പരീക്ഷിച്ചിരിക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകാം. എന്നാൽ ആ കാര്യങ്ങളൊക്കെ മാറിപ്പോകുന്ന, നിങ്ങളെ നിരാശപ്പെടുത്തിയിരിക്കുന്ന സാഹചര്യങ്ങൾ പോലും അകന്നു പോയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈ സമയം നിങ്ങൾ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകണം. തീർച്ചയായും നിങ്ങളിലേക്ക് പോസിറ്റീവായ മാറ്റങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത്. അത് സ്വീകരിച്ച് മുന്നോട്ട് തന്നെ പോവുക. ഈ സമയം നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തിയുടെ നാമം കൂടി കമന്റായി രേഖപ്പെടുത്തി നിങ്ങൾ വന്ദിക്കണം.